ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞാനൊന്ന് ടൗൺ വരെ പോകാൻ കേട്ടോ. എന്നെ വെയിറ്റ് ചെയ്ത് ഏട്ടൻ ടൗണിൽ നിൽപ്പുണ്ടായിരുന്നു. ഇന്ന് ഞങ്ങളുടെ അമ്മേൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്കുള്ള കുഞ്ഞു കുഞ്ഞു സർപ്രൈസ് കൊടുക്കാമെന്ന് ഞാനും ചിക്കും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കു എന്ന് പറയുന്നത് എൻ്റെ ബ്രദറാണ് കേട്ടോ. അവൻ എറണാകുളത്താണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അമ്മക്ക് കൊടുത്ത ഫസ്റ്റ് സർപ്രൈസ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അമ്മ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഡ്രസ്സ്. നമുക്കൊരു വൈറ്റ് ഡ്രസ്സ് വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങളിത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിന് ചില മിസ്റ്റേക്കുള്ളത് കൊണ്ട് തന്നെ അതൊന്ന് ചേഞ്ച് ആക്കേണ്ടി വന്നു കേട്ടോ. രണ്ടാമത്തെ സർപ്രൈസ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. കറക്റ്റ് 12 മണിയായപ്പോൾ അവൻ എറണാകുളത്ത് നിന്ന് എത്തിയിട്ടുണ്ടായിരുന്നു നാട്ടിലേക്ക്. ഞാനും അവനും കോൺടാക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. 12 മണിക്ക് അമ്മേനെ കൊണ്ട് തന്നെ ഡോറ് തുറപ്പിച്ച് ഒന്ന് ഞെട്ടിക്കാന്ന് വിചാരിച്ചു. അമ്മ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ അവൻ വന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബർത്ത്ഡേയിൽ ഏറ്റവും കൂടുതൽ സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നത് അവന്റെ വരവ് തന്നെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സർപ്രൈസും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഞങ്ങൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാറുണ്ടെങ്കിൽ ഈ ഒരു ബർത്ത്ഡേ അമ്മ ഓർത്ത് വെക്കുന്ന ഒന്ന് തന്നെയായിരിക്കും കേട്ടോ. പിന്നെ ഇതിൽ ഏട്ടനില്ല, ഏട്ടൻ സ്വാമി ആയതുകൊണ്ടാണ് കേട്ടോ എന്നെ കാണാത്തത്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ കുഞ്ഞു വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി അമ്മയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ അമ്മ.